നമസ്കാരം. പുതിന്റെ പുത്തൻ തന്ത്രങ്ങൾ ലോകത്തെ മുഴുവനും അമ്പരപ്പിക്കുകയാണ്. അതെ, യുദ്ധത്തിന്റെ ഗതിയൊന്ന് മാറ്റിപ്പിടിക്കാനാണ് കക്ഷിയുടെ പ്ലാൻ. പക്ഷെ ഇതറിഞ്ഞ് എതിർചേരിയാകട്ടെ മറ്റൊരു അടവും പയറ്റുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എന്താണ് പടക്കളത്തിൽ നടക്കുന്നതെന്ന് നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം. റഷ്യയുടെ രഹസ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഇപ്പോൾ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. പ്രധാനമായും അട്ടിമറിയിലും ഗ്രേ സോൺ യുദ്ധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് പുതിൻ. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ തന്റെ രഹസ്യാന്വേഷണ ശൃംഖലയെ ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതായി സൂചനയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊതുജനങ്ങളെ പരിഭ്രാന്തിയിലാക്കാൻ വേണ്ടി വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും വ്യാപകമായി പ്രയോഗിക്കുകയുമാണ്. ഇനി നമുക്ക് ഗ്രേ സോൺ യുദ്ധത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഗ്രേ സോൺ യുദ്ധം എന്നാൽ സാധാരണ യുദ്ധങ്ങൾക്കും പരമ്പരാഗത നയതന്ത്ര തർക്കങ്ങൾക്കും ഇടയിലുള്ള ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രയോഗമാണ്. റഷ്യയുടെ ഈ ഗ്രേ സോൺ യുദ്ധതന്ത്രത്തിൽ കാലിടറി വീണിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും. ഗ്രേ സോൺ യുദ്ധം എന്നത് പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധിക്ക് താഴെയുള്ള പ്രവർത്തനങ്ങളാൽ സ്വഭാവ സവിശേഷതകളുള്ള ഒരു സംഘടന രൂപത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവ്യക്തത, നിഷേധാത്മകത, നിർബന്ധം എന്നിവയിലൂടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ്. ഗ്രേ സോൺ യുദ്ധത്തിൽ പരസ്യമായി യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെടാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എതിരാളികൾ സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ബലപ്രയോഗം, പ്രോക്സി സംഘർഷങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തി സമാധാനത്തിനും സംഘർഷത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ അത് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അതായത് പുതിയ നേരിട്ടുള്ള യുദ്ധമുറകൾ ആയിരിക്കില്ല സ്വീകരിക്കുകയെന്നും ഒരു സൈബർ യുദ്ധമായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയെന്നും അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തിക സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും റഷ്യ പണി കൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഭയപ്പെടുന്നത്. ജോർജ് ടൗൺ സർവകലാശാലയിലെ യൂറോപ്യൻ പഠന വിഭാഗത്തിലെ ഡയറക്ടറായ ഏഞ്ചല സ്റ്റേറ്റ റഷ്യയുടെ ചതുരംഗ തന്ത്രങ്ങളിൽ ഹൈബ്രിഡ് പ്രതികാരത്തിന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധത്തിൽ തങ്ങളുടെ എതിരാളികൾക്കെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾക്കൊപ്പം തന്നെ സൈബർ ആക്രമണങ്ങൾ, വ്യാജ വിവര പ്രചാരണങ്ങൾ, തെളിവ് നശിപ്പിക്കൽ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും അസ്ഥിരതയുണ്ടാക്കാൻ റഷ്യ ശ്രമിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അമേരിക്കയുടെ കണക്ക് അനുസരിച്ച് ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് 11,000-നും 12,000-നും ഇടയിൽ സൈനികർ എത്തിയെന്നാണ്. 2022 തുടക്കത്തിൽ റഷ്യ ഉക്രൈനെതിരെയുള്ള സൈനിക നീക്കം ആരംഭിച്ചത് മുതൽ റഷ്യയുടെ ആണവായുധങ്ങളെ കുറിച്ചുള്ള ഭീതിയിലായിരുന്നു അമേരിക്കൻ പ്രതിരോധ സേനയെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. വൈറ്റ് ഹൌസിലെയും പെന്റഗണിലെയും ചില ഉദ്യോഗസ്ഥർ റഷ്യയ്ക്കുള്ളിൽ മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് അത് ഉക്രൈനെയും അമേരിക്കയും ഒരുപോലെ, അതിനുമപ്പുറം അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒരുപോലെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചിരുന്നു. എന്നാൽ ഇവർ ഭയപ്പെട്ട പോലെ തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ നിലവിൽ പുതിയൊരു സഖ്യം രൂപം കൊള്ളുമെന്ന വാർത്തകളും വരുന്നുണ്ട്. അതായത് MI6 മുൻ മേധാവി, ഈ MI6 എന്ന് പറഞ്ഞാൽ UK-യിലെ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് ആണ്. ഈ MI6 മുൻ മേധാവിയായ റിച്ചാർഡ് ഡിയാലോവ് റഷ്യയുമായുള്ള UK-യുടെ സംഘർഷത്തെ കുറിച്ച് നൽകിയ മുന്നറിയിപ്പാണ് നിലവിൽ ഏറെ പ്രചാരത്തിലാകുന്നത്. അതായത് ഒരുപാട് ശ്രദ്ധയാണ് ഇത് പിടിച്ചുപറ്റിയത്. അതെന്താണ് നമുക്ക് നോക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ നമുക്കൊരു യഥാർത്ഥ യുദ്ധമായി തന്നെ കണക്കാക്കാം. ഈ ആഴ്ച തന്നെ ആദ്യം റഷ്യ ഡസൻ കണക്കിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയാണ് കരിമ്പട്ടികയിൽ പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭരണകൂടത്തിനെതിരെ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ, മറ്റ് സൗഹൃദ രാജ്യങ്ങൾ എന്നിവരുമായി കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്താനും റഷ്യക്കെതിരെ പുതിയ കൂട്ടുകെട്ട് ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഉക്രൈനെ സൈനികവും സാമ്പത്തികവുമായി ശക്തിപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾ പുതിയ കൂടുതൽ പ്രതികാര നടപടിയിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ റഷ്യ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈനിക സംഘടനമല്ല, മറിച്ച് ഹൈബ്രിഡ് രീതിയാണ്. വാസ്തവത്തിൽ റഷ്യയുടെ പുതിയ യുദ്ധരീതിയിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. റഷ്യ ഒരു യഥാർത്ഥ സൈനിക സംഘർഷം നടത്തിയിട്ടേയില്ല, മറിച്ച് ഹൈബ്രിഡ് യുദ്ധം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അട്ടിമറിയായി കരുതുന്ന നിരവധി പ്രവർത്തനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2022 നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ ആക്രമണം പാശ്ചാത്യ പങ്കാളിത്തം ആരോപണവിധേയമായ ഒരു സംഭവമാണ്. നോർഡ് സ്ട്രീം ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും യഥാർത്ഥ വസ്തുത ലഭ്യമായിട്ടുമില്ല.
ബ്രിട്ടനും അമേരിക്കയും പ്രത്യക്ഷമായും പൈപ്പ് ലൈൻ തകർക്കാൻ ഉത്തരവാദികളാണെന്ന് റഷ്യ ആരോപിക്കുന്നു. എന്നാൽ റഷ്യയാണ് പൈപ്പ് ലൈൻ തകർത്തതെന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റഷ്യയെ പേടിച്ച് ബ്രിട്ടനും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളും ഇപ്പോൾ ഹൈബ്രിഡ് തന്ത്രങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സമഗ്രമായി പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഡിയർലോവിന്റെ മുന്നറിയിപ്പിലും പറയുന്നത്. അപ്പോൾ പുതിയൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.